ഹായ് ഡിയേഴ്സ്, കുറേ നാളുകളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫോണും കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് സൗണ്ടിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് വീഡിയോസൊക്കെ കണ്ടു തുടങ്ങാം കേട്ടോ. എൻ്റെ പുതിയ ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് നമുക്ക് നല്ലൊരു കൂൾ ഡ്രിങ്ക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ 3 വെറൈറ്റി കൂൾ ഡ്രിങ്ക്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഹെൽത്തി റിഫ്രഷിങ് സമ്മർ ഡ്രിങ്ക് കാണാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചെടുക്കുക. ശേഷം നമുക്ക് ഫ്രഷായ അലോവേരയുടെ ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം സൈസ് അലോവേരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് പുതിനയിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു വലിയ കഷ്ണം നാരങ്ങയുടെ നീരും എടുത്ത് ഐസ് ക്യൂബ്സും വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇത് അരിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ റിഫ്രഷിങ് അലോവേര മിൻറ്റ് ലൈം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവും ഓറഞ്ചും കൊണ്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. അതിനായി 5 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ നന്നായി വാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 ഓറഞ്ചിൻ്റെ നീരും ആവശ്യത്തിന് തണുത്ത വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള രണ്ടാമത്തെ സമ്മർ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ച 2 സമ്മർ ഡ്രിങ്ക്സിലും ഞാൻ കസ്കസ് കുതിർത്തത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റായും ചേർക്കണം കേട്ടോ. ശരീരം തണുക്കുന്നതിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈന്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കാം. അതിനായി കുറച്ച് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും ചെറു ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് മാറ്റിവെക്കുക. കുതിർത്ത ഈന്തപ്പഴവും മുന്തിരിയും ആവശ്യത്തിന് പഞ്ചസാരയും ഐസ് ക്യൂബ്സും തണുത്ത വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കൂൾ ഡ്രിങ്ക്സും റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ 3 കൂൾ ഡ്രിങ്ക്സും റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ 3 കൂൾ ഡ്രിങ്ക്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്